ഈ അൻവറിനെ പാർട്ടിയുടെ നേതാക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് PV അൻവർ എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ള ആളുകളാണ് നിലമ്പൂരിലേക്ക് PV അൻവറിനെ നമുക്ക് തരുന്നത്. ആ PV അൻവറിനെ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ PV അൻവറിന്റെ കാല് വെട്ടും എന്ന് ആ നേതാക്കൾ പറഞ്ഞാൽ അത് ബോധ്യപ്പെടുമോ സുഹൃത്തുക്കളെ, സഖാക്കളെ? ഇപ്പൊ നമുക്കത് ബോധ്യപ്പെടുമോ? നമുക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പാർട്ടി നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരാള്, അല്ലെങ്കിൽ എന്ത് വേണം? PV അൻവറിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പാർട്ടി അഭിപ്രായ വ്യത്യാസം വേണം. PV അൻവറിന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ച് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു സഖാവിന് അഭിപ്രായ വ്യത്യാസം വേണം? ഉണ്ടോ? ഈ 8 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന് നെഞ്ചുറപ്പോടെ നിൽക്കാനുള്ള ആത്മധൈര്യം തരികയാണ് ഈ PV അൻവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എന്തായിരുന്നു? നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിലമ്പൂർ പഞ്ചായത്തായിരുന്ന കാലത്ത് സഖാവ് വേലുക്കുട്ടി പ്രസിഡന്റ് ആയത് കഴിഞ്ഞാൽ നിലമ്പൂരിലെ CPMന്റെ പ്രാതിനിധ്യം എന്തായിരുന്നു? ആ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി, എന്തിനു വേണ്ടി അറിയോ? അത് PV അൻവറിന്റെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ GUP സ്കൂളിന്റെ കുറച്ച് സ്ഥലം വിട്ടുകിട്ടണം. അതിന് നിലവിലുണ്ടായിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി UDF സംവിധാനം അതിനെതിരായിരുന്നു. MLAയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടായിരുന്നു അവരുടെ നിൽപ്പ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തേ അടങ്ങുകയുള്ളൂ എന്നുള്ള നിലയിൽ ഒരു സാധാ പാർട്ടി മെമ്പറുടെ പ്രവർത്തനം നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഒരു 10-18,000 വീടുകൾ ഉണ്ടാവുമല്ലോ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ. അതിൽ പകുതിയിലധികം വീടുകൾ നേരിട്ട് കയറി ഇറങ്ങിയ ഒരു സഖാവ്, ഒരു MLA. ആ MLAക്ക് കാറിൽ വന്നിറങ്ങി യോഗം നടക്കുന്നിടത്ത് അവിടെ ഇരുന്നാൽ മതി. അദ്ദേഹം 9,000-ത്തിലധികം വീടുകൾ കയറി ഇറങ്ങി. അങ്ങനെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നമുക്ക് ഭരണം കിട്ടുന്നത്. സമാനമായ മറ്റു പഞ്ചായത്തുകളുടെ സ്ഥിതി അറിയാലോ നമുക്ക്. പോത്തുകല്ല് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. തമ്പടിച്ചു കൂടുകയായിരുന്നു പാർട്ടിക്ക് വേണ്ടി ഇദ്ദേഹം. ചോക്കാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്, അമരമ്പലം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്, CPMന് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന ആ സീറ്റുകൾ, ആ പഞ്ചായത്തുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ ഒപ്പം നിന്ന ഒരു സഖാവിനെ ഇന്നലെ തള്ളി പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ സഖാക്കളെ? ഇത് മാത്രമാണ്. നമുക്കറിയാലോ നിലമ്പൂരിലെ മറ്റു വികസന പ്രവർത്തനങ്ങൾ. വഴിക്കടവ് പഞ്ചായത്ത് 2015-20 കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിർലോഭമായ സഹകരണം. വഴിക്കടവ് പഞ്ചായത്ത് നേടിയിട്ടില്ലാത്ത, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു 60 കൊല്ലത്തിന് ഉള്ളിൽ നേടാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ 5 കൊല്ലം കൊണ്ട് PV അൻവർ അവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ബോധ്യം വരാവുന്ന കാര്യങ്ങളാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ മുഴുവനും. അപ്പൊ അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അൻവറിനെ തൂക്കിക്കൊല്ലണം, അൻവറിന്റെ കാല് വെട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കതിന് കൂട്ടുനിൽക്കാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമുക്കറിയാം PV അൻവറിനെ എതിരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി സഖാക്കൾക്ക് അത് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നേതാക്കൾക്ക് അത് വിശദീകരിക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ, പ്രധാനമായും പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം, DGPയുമായി ബന്ധപ്പെട്ട പരാതി എങ്ങനെ പരിഹരിക്കാവുന്ന, വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം, ഈ പാർട്ടിക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കാതെ ചെറിയ രൂപത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം. നമുക്കറിയാലോ, DGPക്കെതിരെയാണ് പരാതി. DGPയുടെ RSS ചായ്വും ADGPക്കെതിരെ, ADGPയുടെ RSS ബാന്ധവും അദ്ദേഹത്തിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും സംബന്ധിച്ച് PV അൻവർ പാർട്ടിക്ക് പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ട ഓഫീസുകളിൽ കൊടുത്തിട്ടുണ്ട്, പാർട്ടി സഖാക്കളെ നേതാക്കളെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ പറയുന്നതൊന്നും കേൾക്കാതെ പോത്തിനോട് വാഴ വെട്ടുന്ന മാതിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് സമനില തെറ്റി. ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയാള്. ആ പത്രസമ്മേളനം നടത്തിയ സമയത്ത് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി PV അൻവർ എടുത്ത സമീപനം ശരിയല്ല. ശരിയാണ്,
പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പറയണം. 6 മാസമായി വാറോല കെട്ടുമായി പാർട്ടി ഓഫീസുകളിൽ കയറി നിരങ്ങുകയാണ് ഇദ്ദേഹം. ഒരു തീരുമാനവുമില്ല. അപ്പൊ തീരുമാനമെടുക്കാതെ ഈ കിട്ടിയ പരാതി CPM-നോടൊപ്പം നിൽക്കുന്ന 8 വർഷമായി CPM-നോടൊപ്പം നിൽക്കുന്ന ഈ MLA പറഞ്ഞ കാര്യത്തിന് ഈ ADGP IPS കേഡറിലുള്ള ഒരു പരാതി ലഭിച്ചതിനനുസരിച്ച് പെട്ടെന്ന് നടപടിയെടുക്കണം എന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്കും ബോധ്യം വരും. IPS കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനൊക്കെ പോരായ്മകളുണ്ട്. പ്രിയമുള്ളവരെ, ഈ 8 വർഷം തൻ്റെ മന്ത്രിസഭയിൽ തൻ്റെ നിയമസഭയിൽ തനിക്ക് പിന്തുണയായി പിതൃതുല്യനായി കണ്ട ഒരു MLA പറഞ്ഞൊരു പരാതിക്ക് ADGP-യോട് മുഖ്യമന്ത്രിക്ക് പറയാലോ, എനിക്കൊരു MLA-യുടെ പരാതി കിട്ടിയിട്ടുണ്ട്. ആ MLA-യുടെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ താങ്കൾ ഒരു 15 ദിവസം ലീവിൽ പ്രവേശിക്കണം. ഞാൻ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്, താങ്കൾ ലീവിൽ പോകണം എന്ന് പറയാമായിരുന്നില്ല. അതൊന്നും ചെയ്യാതെ പിറ്റേ ദിവസം മുതൽ PV അൻവറിനെ വരഞ്ഞിട്ട് മുറുക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ഇദ്ദേഹം പിന്നീട് പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. കുറെ കാര്യങ്ങൾ അദ്ദേഹം അതിര് വിട്ടു പറഞ്ഞു. ഒരു മനുഷ്യന്റെ സമനില പിന്നെ എത്ര കണ്ട് അത് നിലനിർത്താൻ വേണ്ടി കഴിയും? ഇവിടെ പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, എന്താ പോലീസിന്റെ സംവിധാനം? നിങ്ങൾക്കൊക്കെ ബോധ്യമുണ്ടാവും. ഈ കേരളത്തിലെ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനും ബോധ്യമുള്ള കാര്യമായിരിക്കും.